ये हसीना जब मेरे नाल वे जीना। all hope you are doing good and great. So welcome back to my YouTube channel. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മളെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എടുത്ത ഒരു ചെറിയ ഈദിൻ്റെ വ്ളോഗാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഷൂട്ട് ചെയ്തിക്കണ്. അങ്ങനെ ഇതാ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഉള്ളിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടു. അങ്ങനെ അതിന് ശേഷം പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ നീച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. അങ്ങനെ അതെല്ലാം കഴിച്ചു. ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഈദ് വ്ളോഗാണ്. സോ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരുടെ ഇതും അടിപൊളിയായി വിചാരിക്കണം. അപ്പോൾ ഇതാ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് തട്ടിക്കൂട്ടിയിട്ടിട്ട മൈലാഞ്ചിയാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ രാവിലത്തെ അങ്ങനെ ഒരുപാട് ക്ലിപ്പൊന്നും എടുത്തില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് കുറവും ചെയ്തു. പിന്നെ അത് മാത്രമല്ല, മൈലാഞ്ചി രാവിലെ ഞാൻ ഇന്നലെ രാത്രി അങ്ങനെ 1 മണിയായി കിടന്നപ്പത്തിന്, പിന്നെ രാവിലെ 5 മണിക്കായപ്പത്തിന് നീച്ച് മൈലാഞ്ചി കെട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലത്തെ ക്ലിപ്പ് അങ്ങനെ എടുക്കാനൊരിതുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം ഒരു 11 സംതിങ് ആയിരിക്കണു. അപ്പോൾ ഇപ്പോഴാണ് നമ്മളെ ഞാൻ ഡ്രസ്സ് ഇതല്ലാതെ ഇതിൻ്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേറെ വീഡിയോസിലൊക്കെ. ഇത് ഞാൻ ജസ്റ്റ് ഇട്ടതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഡ്രസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫുഡൊക്കെ എല്ലാം കഴിച്ചിട്ടാണ് ഡ്രസ്സൊക്കെ ഇടല്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ എൻ്റെ മൈലാഞ്ചി ഞാൻ ബാക്ക് ക്യാമറ ആയതുകൊണ്ട് ഇതിൽ കാണുമെന്നറിയില്ല. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇരുന്നാലുള്ള എളുപ്പം കാണും. ഇവിടെ ഇട്ട് ഞാൻ എവിടെ ഇട്ടു. എനിക്ക് വലത് കൈ ഈ കൈമ ഇടാൻ അറിയില്ല. ചില ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷെ കോമൺ ആയിട്ട് അങ്ങനെ അധികം ആൾക്കാർക്കും അറിയില്ല. അപ്പം ഞാനിതാ ഈ കൈമ ഇവിടുത്തെ മൈലാഞ്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഐഡിയയിൽ അങ്ങനെ ഇട്ടതാണ്. ചെറുതായിട്ട് ഇത് നോക്കിയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയത് ഇട്ടതാണ്. അപ്പോൾ ഈ കൈമ ഇല്ലാത്തതുകൊണ്ട് ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട നെയിൽക്കോൺ അത്ര കളർ വന്നില്ല കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടലോട് ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഓറഞ്ച് ചെറിയൊരു റെഡ് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇത് ഡ്രസ്സൊക്കെ ഇടാൻ. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വൈറ്റ് ഞാൻ വേറെ ടോപ്പ് ഉണ്ടോ വിചാരിച്ചു. പിന്നെ ആ ടോപ്പാണ് അതിൽ ലെങ്ത്ത് കുറവുള്ളത്. അപ്പോൾ ലെങ്ത്ത് കുറവുള്ളത് ഫസ്റ്റ് ഇടാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് ആ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു. ലൈക്ക് പിൻട്രസ്റ്റി ആണ്, പക്ഷെ ലെങ്ത്ത് അത്യാവശ്യം നല്ലോണം കുറവാണ്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വൈറ്റ് സ്കേർട്ടും അതായിട്ടാണ് പെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. ഹേ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഇതിൻ്റെ അങ്ങനെ കുറേ എക്സ്പെക്ടേഷൻ അങ്ങനെ ഒന്നുമല്ല, ഭയങ്കര സിമ്പിൾ ഡ്രസ്സാണ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നോർമലി എപ്പോഴും ഇങ്ങനെ ഷർട്ടൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ലൈക്ക് ഞാൻ ഷർട്ട് മേടിച്ചിട്ടുള്ളൂ, പക്ഷെ ഇങ്ങനത്തെ ഈ ഒരു പിൻട്രസ്റ്റ് ടോപ്പ് ആവാൻ വിചാരിച്ചു. ബിക്കോസ് എപ്പോഴും നമ്മൾ ഷർട്ടല്ലേ ഇടല്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചേഞ്ച് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. കുറച്ച് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇടാണ് നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അങ്ങനെ ഭയങ്കര സെറ്റ് അങ്ങനെ അടിപൊളിയെന്നല്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ആൾക്കാർക്ക് ഇതിനാണോ എന്നൊക്കെ ലൈക്ക് തോന്നും, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ്. ഇത് ലൈക്ക് പിൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പാണ്. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ അങ്ങനത്തെ കുറെ ടോപ്പുകൾ കണ്ടിട്ടുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് നോക്കുമ്പോൾ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇത് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ്. അപ്പൊ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ ടോപ്പും ഇതിന്റെ കൂടെ വൈറ്റ് സ്കേർട്ടാണ് ഞാൻ പെയർ ചെയ്യുന്നത്. ബിക്കോസ് ഇത് നല്ല ലെങ്ത് കുറവാണ്. അപ്പൊ പാന്റിന്റെ കൂടെ പെയർ ചെയ്യാം. എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ലാസ്റ്റ് എന്താ ഉണ്ടാവുക. ഗൈസ്, ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, സിമ്പിൾ ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എനിക്കങ്ങനെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതെന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ നമ്മൾ ആ ടോപ്പും അതുപോലെ വൈറ്റ് സ്കേർട്ടും വൈറ്റ് ടോപ്പും, എനിക്ക് വൈറ്റ് സ്കേർട്ടിന്റെ കൂടെ വൈറ്റ് ടോപ്പ് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല. കുറച്ച് ലെങ്ത് കുറവാണ്. അതുകൊണ്ട് ഈ സ്കേർട്ടിന്റെ കൂടെ പെയർ ചെയ്യാന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. നമ്മുടെ സ്കേർട്ട് ഒരു വൈറ്റ് പ്ലെയിൻ സ്കേർട്ടാണ്. വൈറ്റ് സ്കേർട്ട് ആകുമ്പോൾ എല്ലാവർക്കും പെയർ ചെയ്യാൻ വിചാരിച്ച് ഞാൻ വൈറ്റ് ആയിരുന്നു എൻ്റെ അടുത്തുള്ളത്. അങ്ങനെ പിന്നെ ഇതാണ് നമ്മളെ ടോപ്പ്. ഇവിടെ നമ്മള് ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ ഇവിടെ ലൈനിങ്ങും ഇവിടെ ഇങ്ങനെ ലൈക്ക് നിഴലടിക്കും. നമ്മൾ ഇന്നർ പെയർ ചെയ്താൽ സെറ്റ് ആവും. ഇത് നമ്മളെ ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല വെയിറ്റിംഗ് ആയിരുന്നു. കാരണം നല്ലോണം വിശപ്പുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഫസ്റ്റ് ടൈം എപ്പോഴും നോർമൽ ഫുഡാണ് ഉണ്ടാക്കുക. അതായത് ചോറ്, പപ്പടം,
കറി, അതുപോലെ അങ്ങനെ നോർമൽ ലൈക്ക് സദ്യയല്ല, പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചത്, പായസം, അങ്ങനെയൊക്കെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പുളിയഞ്ചി, അതുപോലെ മോര് കറി, പിന്നെ ചോറ്, പയറുപ്പേരി, അതുപോലെ ചിക്കൻ പൊരിച്ചത്, അങ്ങനെ പപ്പടം, അങ്ങനെ പായസമൊക്കെ ആയിട്ട്. ഇതാ നമ്മൾ പ്ലേറ്റ് എല്ലാം എടുത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ പപ്പടം വെച്ചതിന് ശേഷം നമ്മൾ എല്ലാതും ഇട്ട് കൊടുത്തിട്ട് ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ നമ്മൾ എന്താ നോർമൽ ഫുഡ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒന്നുമല്ല, നമ്മൾ 2ാം പെരുന്നാളിന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകലാണ്. അപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടാവും. പിന്നെ നമ്മൾ 3ാം പെരുന്നാൾ അങ്ങനെയൊക്കെ ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കുക. എല്ലാ ദിവസവും നമ്മൾ ബിരിയാണി അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും എന്താ പറയുക ഒരു മടുപ്പ് തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ നോർമൽ ഫുഡാണ്, അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ എല്ലാം കഴിച്ചു. അതിനുശേഷം കടക്കണമെന്നായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാനെന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ ഫുഡെല്ലാം കഴിച്ചപ്പോൾ ഒരു ഭാഗത്ത് കടന്നാൽ മതിയായിരുന്നു. അതിനുശേഷം പായസം കൂടി കുടിച്ചപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പായസം എല്ലാം കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചധികം ടൈം സംസാരിക്കലേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്തത്. ലൈക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ക്രോപ്പ് ടോപ്പ് അല്ല, ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. എനിക്ക് ഇതിൻ്റെ ആ ഒരു എംബ്രോയിഡറി ആണ് നല്ലോണം ഇഷ്ടപ്പെട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ചു, ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഫോട്ടോ എടുക്കണം. ബിക്കോസ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ കിടന്നുണ്ട്. പിന്നെ ശേഷം നമുക്കിനി പെട്ടെന്ന് മാറ്റാം. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സംസാരിച്ച് അവിടെ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് മാറ്റാം. സിമ്പിൾ ആയിട്ടാണ് റെഡി ആവുന്നത്. ലൈക്ക് പൗഡർ ഉണ്ട്, അതുപോലെ മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, പിന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ കൺസീലർ, പിന്നെ കളർ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രഷും വേണം. അപ്പൊ നമുക്കൊരു മിറർ തരണം. ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ചെറിയ ഈ ഒരു മിററാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ കോമ്പാക്റ്റിൻ്റെ ഷാഡോ പാലറ്റിൻ്റെ ഒക്കെ പിന്നിലുള്ളത് എനിക്കൊരു സെറ്റ് ആവലില്ല. നമ്മൾ മിറർ എല്ലാം എടുത്തു. പിന്നെ മിറർ എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ കൺസീലറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. പക്ഷെ എല്ലാം എടുത്ത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാന്ന്. ഞാൻ എപ്പോഴും ബ്രഷ്, നമ്മളടുത്ത് കുറേ ബ്രഷുകളുണ്ട്. ആദ്യമൊക്കെ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിരുന്നു. ഐ ഷാഡോ ഇടുമ്പോഴും ഞാൻ ബ്രഷിനാണ് ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ അധികം കൈ വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ആക്കല്. ബിക്കോസ് എനിക്ക് അപ്പോഴാണ് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ബ്ലെൻഡ് ആയി എന്ന് അങ്ങനെ തോന്നുക. ഏതാ ഞാൻ ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ കൺസീലർ ഉപയോഗിച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ആക്കുന്നത്. ഞാൻ വേറെ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കണില്ല. ഫൗണ്ടേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതിൽ തന്നെ അത്യാവശ്യം നല്ലോണം കവറേജ് കിട്ടും. അങ്ങനെ നമ്മൾ ഡോട്ട് ആയിട്ട് കൺസീലർ അപ്ലൈ ചെയ്തു. നമ്മൾ അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബ്ലെൻഡ് ആക്കുന്നത്. അങ്ങനെ ഒരുവിധം ഞാൻ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് എല്ലാം ബ്ലെൻഡ് ആക്കി എടുത്തത്. നമ്മൾ ഒരൊറ്റ സാധനം ഉപയോഗിച്ചിട്ട് ഫൗണ്ടേഷനും കൺസീലർ, അതായത് ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. അതായത് നമ്മൾ ആ ഒരു ബേസ് കഴിഞ്ഞു. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഐലൈനർ ആണ് എഴുതി കൊടുക്കുന്നത്. ബിക്കോസ് ഇത് പാർട്ടി വെയർ ആണ്, പാർട്ടി വെയർ അല്ലല്ലോ. അപ്പോൾ പാർട്ടി വെയർ ആണെങ്കിലാണ് നമ്മൾ ഐഷാഡോ ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാനൊരു ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഐലൈനർ ആണ് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ ഇതിന് പാർട്ടി വെയർ ഇടുന്നത് ഒന്നുമല്ല, പാർട്ടി വെയർ ഇടാത്ത ഒന്നുമല്ല. എപ്പോഴും ഇഷ്ടം വെസ്റ്റേൺ വെയർ, അതായത് നമ്മൾ ഒരു ഷോർട്ട് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഇടാനാണ്. പിന്നെ ഞാൻ സ്കേർട്ടും ടോപ്പായിട്ട് അങ്ങനെ പാർട്ടി വെയർ ടൈപ്പ് അങ്ങനെ എടുക്കും. പാർട്ടി വെയർ അല്ല, പക്ഷെ ഒരു ലോങ് അങ്ങനെ എടുക്കും. അങ്ങനെ ഇതിന് ഇടണോ എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ പാർട്ടി വെയർ ഇതിന് എടുക്കലില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പാർട്ടി വെയർ ഭയങ്കര ചുരുക്കമാണ്. താത്താൻ്റെ കല്യാണത്തിന് എടുത്തോണ്ടാണ് കുറച്ച്. എനിക്കാണെങ്കിലോ വെസ്റ്റേൺ വെയേഴ്സ് അങ്ങനെയല്ല, പാർട്ടി വെയർ ഇഷ്ടമല്ല എന്നല്ല, അത് എടുക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽക്കും ഇഷ്ടം നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴായാലും എപ്പോഴായാലും നമ്മൾ ഇങ്ങനെ നമ്മൾ ഷോർട്ടാണല്ലോ ഇടാല്, വെസ്റ്റേൺ വെയർ ടൈപ്പ്. പിന്നെ നമ്മൾ പാർട്ടി വെയർ ഒക്കെ കല്യാണത്തിന് പോകുമ്പോഴാണ് ഇടുക. അങ്ങനെ നമ്മൾ എപ്പോഴും അധികവും ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളൊക്കെയാണ് എടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഇതാ അതിന് ഐലൈനറൊക്കെ എഴുതിയിട്ട് പിന്നെ നമ്മൾ മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. മസ്കാര അപ്ലൈ ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമല്ല ഒരു പ്രോസസ്സാണ്, എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും യൂസ് ചെയ്താൽ ലാഷസ് ഒക്കെ ഡാമേജ് ആവുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറ് കുറവാണ്. അപ്പം ഇന്ന് ഇതൊക്കെ അല്ലേ, അപ്പം ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ലിബാമാണ് നോർമലി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പക്ഷെ എൻ്റെ അടുത്ത് ലിബാം ഇല്ല, അതുകൊണ്ട് എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പ്രത്യേകിച്ച് ഫൗണ്ടേഷനൊക്കെ ഇട്ടാൽ ചുണ്ട് നല്ലോണം ഡ്രൈ ആവും. അപ്പം ഞാൻ ലിബാമിൻ്റെ പകരം ലിപ് ഗ്ലോസ് ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അങ്ങനെ നമ്മൾ അതുകൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് അല്ല നമ്മൾ അതിന് ശേഷം ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഞാൻ കുറച്ച് ഡാർക്ക് മെറൂൺ അങ്ങനെ ടൈപ്പ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യാറുള്ളത്. ലിപ്സ്റ്റിക് ഇട്ടാൽ പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ഗ്ലോസി ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ലിപ്സ്റ്റിക്കിൽ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ലിപ് ഗ്ലോസ് ഒക്കെ അപ്ലൈ ചെയ്യലുണ്ട്. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും മേക്കപ്പ് ചെയ്യാന്ന് വിചാരിക്കരുത്. ഞാനിപ്പോൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യൽ കുറവാണ്, കൺസീലറൊക്കെ, കാരണം എൻ്റെ ഫേസിൽ ചെറുതായിട്ട് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബ്ലഷ് ആക്കിയിട്ട് കൊടുക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, എൻ്റെ അടുത്ത് പൗഡർ ബ്ലഷ് ആണുള്ളത്. പക്ഷെ ആ ഒരു ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ആക്കി കൊടുക്കല്. ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ എന്നാലും ലാസ്റ്റ് സെറ്റ് ആവും. അങ്ങനെ അതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ടായിട്ടുള്ള നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മളെ ഈ മേക്കപ്പ് ഫുൾ കംപ്ലീറ്റ് ആയി. മേക്കപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞു.
ഇപ്പോൾ നല്ല ഇരുട്ടുണ്ട്, മഴേൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് കുറച്ച് ടൈം നല്ല ആയമായിട്ടുണ്ട്, പക്ഷെ ടൈം അത്രയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഷാൾ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഷാൾ ഇടാം, പെർഫ്യൂം അടിച്ചു കൊടുക്കാം. അപ്പോൾ മേക്കപ്പ് ലുക്കൊക്കെ കഴിയുമ്പോൾ നമുക്ക് പെർഫ്യൂം അടിക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ഫൈനൽ ലുക്കൊക്കെ ആയി. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ ഗൈസ് ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മുടെ 2ാം പെരുന്നാളാണ്. ഇങ്ങനെ ഇതാ ഇന്നിപ്പോൾ 2ാം പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലാണ് നമുക്ക് ഇന്ന് പെരുന്നാളുള്ളത്. നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ പോയി ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ ചായയും പഴംപൊരിയും എല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പകുതി എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കണമല്ലോ എന്നില്ല ഒരു ഇത് തോന്നിയത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ പതുക്കെ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ കോറിൻ്റെ അധികനൊക്കെ പോയി. നമ്മളെ വീട്ടിൽ തോടും പാടൊക്കെയാണ്, ഇവിടെ കോറിയും അങ്ങനത്തെ ഒരു വൈബാണ്. നമ്മളെല്ലാം പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ജനിച്ച ആൾക്കാരാണ്. അങ്ങനെ ഞാനിതാ രാവിലെ പിന്നെ വെറുതെ ഒരു അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മാത്രമേ തന്നെ ഉള്ളൂ. ഞങ്ങൾ മൂത്തമ്മ അങ്ങനെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോക്കെ ഇങ്ങനെ കിച്ചണിലായിട്ടുള്ള പരിപാടി അങ്ങനെ ഓരോ സംസാരിക്കുകയൊക്കെയാണ്. അപ്പം ഞാൻ വെറുതെ കോറിക്ക് ഇറങ്ങാൻ നല്ല ക്ലിയറിലുണ്ടെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചില്ല. ഒരു ഫിച്ചൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്, പക്ഷെ അവിടെ വെക്കാൻ സ്ഥലമില്ല, പാറകളും കല്ലുകളൊക്കെയാണ്. അപ്പം അതിൽ വെച്ചാൽ നമ്മളെ ഫോണും കേടയും. ഇതാ നമ്മൾ നടന്ന് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ നല്ലോണം മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, മരങ്ങളൊക്കെ വെട്ടി ആകെ മൊത്തം ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ചെറുതായിട്ടല്ല കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മറ്റേത് കോറിന്റെ ചുറ്റും നിറച്ച് മരങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വന്നു. കോറിയിൽ കുറച്ച് ടൈം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇതിന്റെ വീഡിയോസ് ഒക്കെ ചെറുതായിട്ട് എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഞാനതിങ്ങനെ സോങ് ഒക്കെ കൊടുക്കണേ ചെറുതായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യായിരുന്നു. അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കാട്ടിച്ചെടി അങ്ങനത്തെ ടൈപ്പാണ് തോന്നുന്നു, പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പച്ചന്റെ ഇടയിൽ ഒരു റെഡ് കാണുമ്പോൾ നല്ല അത് ഹൈലൈറ്റ് ആയിട്ട് കാണണ്ടായിരുന്നു. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് എല്ലാതും കാണും, പിന്നെ വീഡിയോ എടുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഗൈസ് ഈ വെള്ളം കണ്ടോ, നമ്മളവിടെ തോട്ടിൽ കാണാൻ തീരെ ഭംഗി ഉണ്ടാവില്ല, പക്ഷെ വെള്ളം ഫുള്ളായ സെറ്റ് ആവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എന്തെപ്പോഴും വെള്ളം ഉണ്ടാവും. അത് കോറി ഇങ്ങനെ തന്നെ ആവും. പിന്നെ ഞാൻ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് അങ്ങനെ റെഡി ആവാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതാ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. പറഞ്ഞല്ലോ നമുക്കൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ വെറുതെ അവിടുത്തെ ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ അതിൻ്റെ മൈലാഞ്ചി ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആക്ച്വലി ഞാൻ മൈലാഞ്ചി ഒന്നും ഇടുന്നില്ല വിചാരിച്ചതാണ്, കാരണം അത്രയും ടൈം ലേറ്റ് ആയിട്ടാണ് മൈലാഞ്ചി ഒക്കെ കിട്ടിയത്. പിന്നെ ലാസ്റ്റ് ഇട്ടു, പക്ഷെ എനിക്ക് ഇതിന് മൈലാഞ്ചിയും കൂടി ഇല്ലെങ്കിൽ അത് കളർ ആവിനി. പിന്നെ കുറച്ച് ടൈം ആയിട്ട് ഞാൻ ഫിച്ചക്ക് പറ്റുപോണ പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്നു. അങ്ങനെ പിന്നെ നല്ലതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അവിടെ കല്ലും ഇതൊക്കെയാണ്. ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഒന്നും കിട്ടാതെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും കോഴിക്കോടിനായിരുന്നു. ഇതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തരും മഷുവാണ്, പക്ഷെ അവിടുന്ന് തീരെ നല്ലതൊന്നും കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊക്കെ നല്ലത് കിട്ടും വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ മഷുവിന് ഇടയ്ക്ക് വീഡിയോ എടുത്ത് തരാൻ പറ്റും, ചിലപ്പോൾ പറ്റൂല എന്നൊക്കെ പറയും. പക്ഷേ വെച്ചാൽ ഇടയ്ക്കൊക്കെ എപ്പോഴേലൊക്കെയാണ് മഷു, അല്ലാത്ത ടൈമിലൊക്കെ വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ കാണുന്നത് ഒന്നുമല്ലേ, ഓൾക്ക് വീഡിയോ എടുത്തു കൊടുത്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വിചാരിച്ചു. പിന്നെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. ലാസ്റ്റ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ പോയി. നല്ല ഭംഗിയില്ല ഒരു ആംബിയൻസ് കാണാൻ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതാ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുഡ് കഴിച്ചു, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എത്തിയിട്ട് പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേനും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. സ്റ്റെപ്പിനുവിന്റെ ഡ്രസ്സ് നല്ല രസമുണ്ട്. അതാ ഏത് ഈ വീടുണ്ട്, പക്ഷെ അതിൽ ആളില്ല, അതിന് മുന്നേ വീടിന് എടുക്കണം. ഇതാ അടുത്തതായിട്ട് നമ്മൾ പരിപാടി വെച്ചാൽ ഫോട്ടോ എടുക്കലാണ്. ഞാൻ ഡ്രസ്സ് എടുത്തു എന്നല്ലാണ്ട് എനിക്ക് ഇന്നലെ നമ്മൾ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തു, പക്ഷെ നല്ലൊരു ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ചു, പായസമൊക്കെ കുടിച്ചു. പതുക്കെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ലൈറ്റൊക്കെ ചെറുതായിട്ട് പോകും. പിന്നെ നമ്മൾ പോണ ടൈമിൽ മഴയെന്ന്, വരുന്ന ടൈമിൽ നല്ല ഉച്ചയാണ്. ഇങ്ങനെ ഇവിടെ കുറച്ചായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പോയി പറഞ്ഞു ശരി വാ, ശരി മണ്ണിന്റെ സൈഡിലേക്ക് പോവാ. നല്ല രസം സംസാരിക്കണം കേട്ടോ, കട്ട് അടുത്ത് കോമഡി വെച്ചാൽ നമ്മൾ ഇത്ര റെഡി ആയിട്ടൊക്കെ പോയിട്ട് അവിടെ ആളില്ലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മൂഞ്ചി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വീഡിയോസ് എല്ലാം എടുത്തത്. ഫസ്റ്റ് അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് തീരെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ആ ഇൻട്രസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലാസ്റ്റാണ് വീഡിയോസൊക്കെ കണ്ടത്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉമ്മാൻ്റെ വീടിന് ഇവിടുന്ന് ഒരു വീട്ടിൽ പോയി, അപ്പോൾ നല്ല ഫോട്ടോസ് കിട്ടിയപ്പോൾ നമ്മൾ ഇവിടേക്ക് ഒന്ന് പോയപ്പോൾ അവിടെ ആളില്ല. അപ്പോൾ എല്ലാം മൂഞ്ചിയപ്പോൾ നമുക്ക് അതിനെല്ലാം നമ്മൾ ചില ടൈമിലൊക്കെ അങ്ങനെ വീട്ടിൽ പോയി എടുക്കും. അപ്പോൾ ഇന്ന് പോയപ്പോൾ സെറ്റായില്ല.
എന്തായാലും എല്ലാ പെരുന്നാൾക്കും ചാൻസ് കിട്ടുമെന്ന് വരില്ല. ഞാൻ ചെറിയൊരു ട്രാൻസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു നല്ലതൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ പോണ വീട്ടിൽ നിന്ന് അവിടെ ആളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒരു ഇത് പോയി. പക്ഷെ നമ്മൾ വേറൊരു വീടിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മൾ ഇനി ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് ഫോണൊക്കെ നല്ലോണം ഹീറ്റായി. അപ്പോൾ നമ്മൾ വേഗം എടുത്ത് പോരാനുള്ള ഒരു ഇതിലായിരുന്നു. വെയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളിവിടുന്ന് എടുത്തിട്ട് ഇനി ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടും വിചാരിച്ചു പോയതാണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി. ഫോട്ടോസിനെക്കാളും വീഡിയോസാണ് കിട്ടിയത്. നമ്മൾ പിന്നെ നടന്ന് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. ഞാൻ ഓൾറെഡി ഒരു ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടത്തെയും കൂടി എടുത്തിട്ട് രണ്ടും കൂടെ ഒരു വ്ളോഗിലാക്കാന്ന്. അപ്പോൾ അതാ നമ്മൾ പെരുന്നാളിൻ്റെ ഇതിലുണ്ട്. അങ്ങനെ ഈ അടുത്ത ഈദും അങ്ങനെ കഴിഞ്ഞു. എന്തായാലും 2 പെരുന്നാളും നല്ല റാഹത്തായി അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈദിൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. So that is for today. Bye guys.